CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 4 അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ സൈനിങ്ങിനെ തുടർന്നുള്ളതാണ്. നമുക്കറിയാം ISLന്റെ 11ാം സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള സൈനിങ്ങുകൾ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി. ഏതായാലും കഴിഞ്ഞ ദിവസം പുറത്തേക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് ഈ ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ കോച്ചിനെ ടീമിലെത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചുള്ളത്. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള താരങ്ങളെല്ലാം ടീമിലേക്ക് എത്തിക്കുക എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ISL ട്രാൻസ്ഫർ മാർക്കറ്റും കൂടാതെ തന്നെ കുറച്ച് മാധ്യമങ്ങളൊക്കെ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐസ്വാൾ എഫ്സിയുടെ സൂപ്പർ താരമായ അമാവിയ എന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിച്ചു, അഥവാ സൈനിങ് പൂർത്തിയാക്കി കഴിഞ്ഞു എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഐസ്വാൾ എഫ്സിയിൽ നിന്നും ഈ ഒരു സൂപ്പർ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഫ്രീ ട്രാൻസ്ഫറിലൂടെയാണ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. 2-3 വർഷത്തെ ഡീലിലേക്ക്, അഥവാ 2-3 വർഷത്തെ കരാറിലായിരിക്കും ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കുക. ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ അഥവാ ഗാന സ്ട്രൈക്കറായ ക്വാമി പെപ്രയെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു സീസണിൽ താരത്തിന് ഒരുപാട് മത്സരങ്ങൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു. പരിക്കിനെ തുടർന്നുകൊണ്ട് ഈ ഒരു താരത്തിന് ഒരുപാട് മത്സരങ്ങൾ നഷ്ടമായത് കാരണം തന്നെ അടുത്ത ISLന്റെ 11ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നിലയിൽ ക്വാമി പെപ്ര പന്ത് തട്ടുമോ ഇല്ലോ എന്നുള്ള സംശയം ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിലവിലുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം ISL ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത് അടുത്ത ISLന്റെ 11ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ക്വാമി പെപ്ര തീർച്ചയായിട്ടും പന്ത് തട്ടും എന്ന് തന്നെയാണ്. ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും റിലീസ് ചെയ്യില്ല എന്ന് തന്നെ ഇതിനോടകം തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. ഏതായാലും നമുക്കറിയാം പരിക്ക് കാരണം സീസണിന്റെ പകുതിയോളം പെപ്രയ്ക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു. പരിക്കേൽക്കുന്ന സമയത്ത് താരം മികച്ച ഫോമിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് അറിയാം. പെപ്ര, ലൂണ, ദിമിത്രോസ് ഡയമൻഡോസ് എന്നിവരെ നിലനിർത്താനാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ആഗ്രഹിക്കുന്നത്. ISLൽ ഇതിനോടകം തന്നെ 2 ഗോളുകളും 1 അസിസ്റ്റും ക്വാമി പെപ്ര എന്ന സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുണ്ട്. ഏതായാലും 2025 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കരാർ ക്വാമി പെപ്രയ്ക്ക് നിലവിൽ ബ്ലാസ്റ്റേഴ്സിലുണ്ട്. പക്ഷേ പെപ്രയും ക്ലബ്ബുമാണ് ഇനി തുടരണോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്നതാണ്. അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് ടീമിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു റൂമർ, അഥവാ ഒരു സൈനിങ്ങിനെ കുറിച്ചുള്ള ഒരു റൂമറാണ്. നമുക്കറിയാം മാർക്കോ ലെസ്കോവിച്ച് ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ടീം വിടുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു. ഏതായാലും മാർക്കോ ലെസ്കോവിച്ചിന് പകരക്കാരനായിക്കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്നും അവരുടെ സെന്റർ ബാക്കായ ബ്രണ്ടൻ ഹാമിലിനെ ടീമിലേക്ക് എത്തിക്കാൻ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് KBFC എക്സ്ട്രാ എന്നൊരു എക്സ് അക്കൗണ്ട് പുറത്തേക്കിട്ട ട്വീറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കൂടാതെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് പുതിയ പരിശീലകനെ ടീമിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കാനുള്ള ബാക്കി ചർച്ചകളൊക്കെ, അഥവാ കൂടുതൽ ചർച്ചകളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരംഭിക്കുക എന്നാണ്. ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു റിപ്പോർട്ട് അഭ്യൂഹം മാത്രമാണ്, അഥവാ ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മുൻ കോച്ചായിരുന്ന യുവാൻ ഫെറാണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് പരിശീലകനായി വരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് തികച്ചും ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് KBFC എക്സ്ട്രാ എന്നൊരു എക്സ് അക്കൗണ്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് യുവാൻ ഫെറാണ്ടോ എന്ന പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നത് വെറും അഭ്യൂഹ വാർത്തയാണ് എന്നാണ്. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.